ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ അനുഷ റോഷൻ. നമുക്കിന്ന് പലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കന്നഡ സ്റ്റൈൽ പലാവ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം പഠിച്ചെടുത്ത കുറച്ച് റെസിപ്പീസിലൊന്നായത്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. വെജിറ്റബിൾ പുലാവ് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഗ്രീൻ പീസ്, ടർണിപ്പ്, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഒരു മീഡിയം സൈസ് ഒനിയനും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ശരിക്കും അത് വിട്ടുപോയത് എടുക്കാൻ. ഞാനിവിടെ പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ കറിക്ക് ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് തലേദിവസം കുതിർത്തിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, തേങ്ങ, ഇതെല്ലാം ഒരല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. മല്ലിയില ഒരല്പം അധികം എടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ പലാവിന് വേണ്ട മസാല ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് റൈസ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി മീൻസ് നമ്മുടെ ദോശ പച്ചരിയല്ല, ഇതൊരു ബാത്ത് റൈസാണ്. ഇത് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ജീര റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അതായത് എത്ര അരിയാണ് എടുക്കുന്നത് അതിനിരട്ടി വെള്ളം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് വേണ്ട സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ്, തക്കോലം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറായി. ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കാം. ആദ്യം തന്നെ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അപ്പോഴതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. എണ്ണ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, തേങ്ങ, ഇതെല്ലാം ചേർത്ത് അരച്ച ആ പേസ്റ്റ്. ഓക്കെ, നോക്കിക്കേ, ഇപ്പം നല്ല ഗ്രീൻ കളറായില്ലേ. ആ മിക്സീൻ്റെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. അതായത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ടർണിപ്പ്, ബീൻസ്, പൊട്ടറ്റോ. ഇത് ആ മസാലയിലിട്ട് നല്ലോണം യോജിപ്പിക്കാം. ശേഷം അത് 2 മിനിറ്റ് അവിടെ കിടന്ന് വേവട്ടെ. ഇതിലേക്ക് അരി ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അളവ് തെറ്റാതെ നോക്കണേ. ഇവിടെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. 2 വിസിലടിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. വിസിൽ തണയാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കി വരാം. കിരി, ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം ചെറുതാക്കി മുറിച്ച ശേഷം അതിലേക്ക് തൈര് ചേർത്ത് യോജിപ്പിക്കാം. കട്ടി തൈരാണെങ്കിൽ അതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഉപ്പ് ചേർത്താൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡി. കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, പലാവ് റെഡി. ഇതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഒരല്പം കന്നഡ പഠിക്കാം. തിണ്ടി ആയിത്താ മീൻസ് ഭക്ഷണം കഴിച്ചോ. കന്നഡ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ. നമുക്ക് അല്പം കന്നഡയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ കമൻറ്റ്സ് അറിഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.